കള്ളന്മാരെ കരുതണം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി 60-ലധികം മോഷണ കേസുകൾ. പോലീസുകാർക്ക് പിടികിട്ടാപ്പുള്ളി. ബാറ്ററി നവാസിനെ കഴിഞ്ഞ ദിവസമാണ് പാറശാല പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതും നെയ്യാറ്റിൻകരയിലെ ചെങ്കലിൽ ചില വീടുകളിൽ മോഷണം നടത്തി 30 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ. ഇക്കഴിഞ്ഞ 4-ാം തീയതി പുലർച്ചെയാണ് മോഷണം നടക്കുന്നത്. മോഷ്ടാക്കൾ ഈ 2 വീടുകളിൽ കയറി പണവും 30 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണവും മൊബൈൽ ഫോണുകളും മോഷ്ടിക്കുകയായിരുന്നു. മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരനാകട്ടെ ഈ പറയുന്ന ബാറ്ററി നവാസു. ഇയാളുടെ സുഹൃത്തായ അനിൽകുമാറിനെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ജയിലിൽ വെച്ച നവാസുമായുണ്ടായ ബന്ധമാണ് പിന്നീട് മോഷണത്തിൽ ഇരുവരെയും ഒരുമിപ്പിച്ചത്. ഇവൻ വളരെ വിദഗ്ധമായിട്ടാണ് കൃത്യങ്ങൾ ഏർപ്പെടുന്നത്. ഇവൻ ഗ്ലൗസ് ഉപയോഗിച്ചാണ് എല്ലാ വീടുകളും കുത്തിപ്പൊളിക്കുന്നത്. കൂടാതെ ഇവന്റെ ജയിലിൽ വെച്ചുള്ള കുറെ പരിചയങ്ങളാണ് ഇങ്ങനെ സുഹൃത്തുക്കളായിട്ടാണ് കൂടെ കൂട്ടുന്നത്. സ്കൂട്ടറിലെത്തിയ പ്രതികൾ വീടിന്റെ മുൻവശത്തെ കതക് കുത്തി തുറന്നാണ് അകത്തേക്ക് കയറി മോഷണം നടത്തുന്നത്. ഇത് തന്നെയാണ് പ്രതികളുടെ രീതിയും. സ്കൂട്ടറിലെ നമ്പർ പ്ലേറ്റുകൾ മാറ്റി ഈ ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച മോഷണം നടത്തുക. ആദ്യഘട്ടത്തിൽ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടോ എന്നാണ് പരിശോധന. ശേഷം പൂട്ട് തകർത്ത് അകത്ത് കയറി ഒരു തെളിവും അവശേഷിപ്പിക്കാതെ മോഷണം നടത്തി കടന്നു കളയും. വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷണം നടത്തിയാണ് നവാസിന്റെ മോഷണ തുടക്കം. വാടകയ്ക്ക് വീടുകൾ മാറി താമസിച്ചും ഒപ്പം തന്നെ കോളുകൾക്ക് പകരം വാട്സപ്പ് കോളുകൾ ഉപയോഗിച്ചതുമെല്ലാം അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ വെല്ലുവിളിയായി. പിന്നാലെ സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് ബാറ്ററി നവാസിലേക്ക് അന്വേഷണം എത്തുന്നത്. ഇയാളിൽ നിന്നും സ്വർണം ഉൾപ്പെടെയുള്ള എല്ലാ മോഷണ വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം മോഷ്ടിക്കാൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഈ വീടുകളിൽ എത്തിച്ച് ഇന്ന് പാറശാല പോലീസ് തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട്. മാറനല്ലൂരിൽ ഉൾപ്പെടെയുണ്ടായ മോഷണ കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒപ്പം കൂടുതൽ പേർ ഈ മോഷണത്തിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നും പരിശോധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.